കയ്യും തേഞ്ഞു. എന്ത് നല്ല കയ്യായിരുന്നു. ഇവിടെ ഒരുത്തൂടെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ അവൾക്ക് വയ്യ, നടുവേനയായിരുന്നപ്പ തീറ്റപ്പരാന്ന്. ഉറങ്ങട്ടൊന്ന്. സമയം എത്രയാണാവും? 11 മണിയായ മനുഷ്യനെ കിടന്നുറങ്ങണ സമയം 11 മണി. 11 മണിക്ക് കിടന്നുറങ്ങണം. 11 മണിക്ക് ഉണ്ടല്ലോ. ഉറങ്ങട്ടെ. തൊണ്ടയും പറ്റിയിട്ട് പോയാല. ഇച്ചിരി വെള്ളം നോക്കട്ടെ. ഒന്നുമില്ലേ, ഒക്കെ ഫുള്ളും കുടിച്ചു വെച്ച് തീർത്തോളും. എന്നിട്ട് ഇതിനകത്താണെങ്കിൽ നിറച്ച് വെക്കാൻ പറഞ്ഞോളും, നിറച്ച് വെക്കത്തുമില്ല. ഇനിയിപ്പൊ ഞാൻ രണ്ടാമത് കട്ടിലേന്ന് എണീക്കേണ്ട വരൂലേ. ഇതൊരു കഷ്ടം. രണ്ടാമത് ഞാൻ ഇനി കട്ടിലേന്ന് എണീക്കേണ്ട വരും. ഫുള്ളും കുടിച്ചു വെച്ച് തീർത്തോളും. ഇച്ചിരി വെള്ളം കുടിക്കാം. കുപ്പിയില് പിന്നെ നിറച്ചൊക്കെയാൻ പറയാം. അടുക്കളയിൽ നിന്നൊരു സൗണ്ട്. ലക്ഷ്യായിരിക്കോ? ഓടിയാലോ? അടുക്കളയിലൊന്നും താമസിക്കണ ആളല്ലല്ലോ, വല്ല മുറികളിലൊക്കെ അല്ലേ. എനിക്ക് പേടിയിട്ട് പോയ. ഏതായാലും സേഫ്റ്റിക്ക് ടോർച്ചും പുതപ്പും മൂടിയിട്ട് പോവാം. ഒരു സേഫ്റ്റി എന്തായാലും വേണം. നിങ്ങൾ പോലെ എനിക്ക് പേടിയൊന്നും ഇല്ലാന്നല്ലാട്ടാ. എനിക്ക് നല്ല ഇപ്പൊ ഒരു ധൈര്യത്തിന് അനിയത്തിനെ ഞാൻ വിളിച്ചാലേ ഞാനവിടെ നമ്മൾ പെറ്റ് വെച്ചേക്കാം. ഒറ്റയ്ക്ക് കിടന്നോണാണ് അഭിമാനികൾ എന്നാണ് ഞങ്ങളുടെ പെറ്റ്. അതുകൊണ്ട് അഭിമാനം കളയാൻ പറ്റില്ല. പോയി നോക്കാം. എനിക്ക് പേടിയിട്ട് അടുക്കള എത്തിയിട്ട് ആരാന്ന് നോക്കാം. പയ്യെ ലൈറ്റ് ഇടാം. അമ്മേ, എനിക്ക് പേടിയാവിടെ. ഞാൻ ലൈറ്റ് ഇടാൻ പോകട്ടോ. നോക്കി കണ്ടോ, ലൈറ്റ് ഇടാൻ പോണേ. ഇത്തിരി ബിസ്ക്കറ്റ് തിന്നാൻ വേണ്ടി വന്നതാ. നീയായിരുന്നാ? മനുഷ്യരെ പേടിപ്പിച്ച് കൊല്ലാനായിട്ട്. ഈ 11 മണിക്ക് എന്താടി, അല്ല 11:30 നിനക്ക് എന്താടി കാര്യം? അത് അടുക്കളയില് അല്ല, പിന്നെ 11:30 നീ അടുക്കളയിൽ എന്താ നിനക്ക് കാര്യം? അത് ചേച്ചി നല്ല വല്ലാത്ത വിശപ്പ് 11:30 ആയിക്കുമ്പോ. എന്താന്ന് അറിയില്ല, ഇതുവരെ ഇല്ലാത്തൊരു വിശപ്പായിരുന്നു 11 മണിയാകുമ്പോ. അതാ ചേച്ചി ഞാൻ അടുക്കളയിലൊന്ന് ഭക്ഷണം തിന്നത്. ഇച്ചിരി ബിസ്ക്കറ്റ് എടുത്ത് തിന്നതോ. എന്താന്നറിയില്ല, വല്ലാത്ത വിശപ്പ് പോലെ. എനിക്കിത്തിരി വിശപ്പ് കൂടും. അച്ഛനമ്മ ഇല്ലല്ലോ ഇന്ന്, അതുകൊണ്ടല്ല ഇത്ര വിശപ്പ്. അച്ഛനമ്മയും പറ്റേ പറഞ്ഞു കൊടുക്കണ്ട് ഞാൻ. വേണ്ട 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 വേണ്ട, ഇതാ പാടുള്ളൊരു തൊഴിൽ പോലെയാണ് എനിക്ക്. കഞ്ഞോടി മുട്ടിക്കല്ലേട്ട, അച്ഛനമ്മ അടുത്തൊന്നും പറയല്ലേ. മനുഷ്യനെ വിശന്നിട്ട് തിന്നാണ്. സോറി, ഇനി തിന്നൂല. ഇനി അച്ഛനൊന്നും അമ്മയൊന്നും ഇല്ലാത്ത സമയത്ത് പാതിരാത്രി മനുഷ്യനെ പേടിപ്പിക്കാൻ അങ്ങനെ നിന്നാണ്ടല്ലോ. മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയിന്ന് പറയാലോ. മേലെ വന്ന് പേടിപ്പിച്ചാണ്ടല്ല മനുഷ്യനെ അവിടെ എങ്ങനെയൊക്കെ പുതപ്പിൻ്റെ കൂടി ഇറങ്ങിയതിൻ്റെ കാര്യമുള്ളൂ. വാ പോവാ. നീ ശരി ചേച്ചി, ബാ പോവാ. അച്ഛനോടും അമ്മയോടൊന്നും പറയില്ല കേട്ടാ ബിസ്ക്കറ്റ് തിന്നണ കാര്യം. പിന്നെ ഒരു ബിസ്ക്കറ്റിൻ്റെ പാത്രം അടച്ചു വയ്ക്കും. ബാ പോവാ. ഇല്ല, പറയത്തൊന്നുമില്ല, വാ പോവാ. നീ ആ സൗണ്ട് കേട്ടാ?
വീണ്ടും ഒരു പാത്രം കിളുങ്ങണത്. ചേച്ചി ഞാനും കേട്ടല്ലോ ഇപ്പൊ. പേടിയാണ്. വാ ഓടിക്കോ. എന്നാലത് ആരായിരിക്കും അത്? നീ നേരത്തെ അവിടെ ഇരുന്ന് പേടിപ്പിച്ച് മനുഷ്യന്റെ. ഇപ്പൊ പാതി ജീവൻ ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ. ഇപ്പൊ ഫുൾ ജീവനും പോയതുപോലെയായി. ഇതാരായിരിക്കും ഇത്? ശരിയാ, ആരായിരിക്കും? ചേച്ചി, ഞാൻ ചേച്ചിയുടെ കൂടെ കിടന്നോളാട്ടാ. എനിക്കിവിടെ പേടിയായിട്ട് വയ്യ. എന്നാലും അത് ആരായിരിക്കും ഇനി?